നമസ്തേ. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് ആരിഫ് ഹുസൈനാണ്. സർ, കേരള സംസ്ഥാന സർക്കാർ സ്കൂളുകളിൽ നടപ്പിലാക്കിയിരിക്കുന്ന സൂംബ ഡാൻസിനെതിരെ ഇപ്പോൾ മുസ്ലിം നേതാക്കൾ, അതും മുസ്ലിം സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ എന്താണ് സാറിന്റെ നിലപാട്? നമസ്കാരം. സൂംബ എന്ന് പറയുന്ന ഒരു ഡാൻസ് ഫിറ്റ്നസ് പ്രോഗ്രാമാണ്. അത് സ്കൂളുകളിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഇത് നടത്തുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇത്തരം സ്കൂളുകളിലൊക്കെ നടപ്പിലാക്കുന്ന പല പദ്ധതികളുടെ ഭാഗമായിട്ട് കാണേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കാരണം നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചു വന്നപ്പോൾ പല കാര്യങ്ങളും ഇതുപോലുള്ളത് വന്നിട്ടുണ്ട് എന്നതാണ്. അതിനേക്കാളൊക്കെ ഉപരി ഇത് ലഹരി എന്ന് പറയുന്ന ഒരു വിഷയത്തിനെതിരെ എന്നുള്ള രീതിയിലാകുമ്പോൾ അതിന് കുറച്ചും കൂടി പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒന്നാമത്തെ കാര്യം അത് തന്നെയാണ്. പക്ഷേ ഇവിടെ അത്തരമൊരു കാര്യം വരുമ്പോൾ അത് ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഞങ്ങളോടത് കൂടിയാലോചിച്ചില്ല എന്ന രീതിയിൽ കാര്യങ്ങൾ വരുന്നു. കൂടിയാലോചിച്ചില്ല എന്നേ അവർ പറയുന്നുള്ളൂ. പക്ഷേ ഉദ്ദേശിക്കുന്നത് അത് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഞങ്ങളോടത് ആരും ചോദിച്ചില്ല, ചോദിച്ചിരുന്നെങ്കിൽ എന്നത് ആരും ചോദിക്കരുത് എന്നുള്ളതുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ചോദിച്ചിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുക? ആ പറയാനുള്ള കാര്യങ്ങളൊക്കെ അവരിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത് ആഭാസമാണ്, ഇത് അല്പവസ്ത്രം ധരിച്ചുള്ള തുള്ളാട്ടമാണ്, അതുപോലുള്ള പല കാര്യങ്ങൾ, ഇത് ഞങ്ങളുടെ മതം അനുവദിക്കുന്നില്ല എന്നുവരെ പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വാണിംഗ് ആണ്. അതായത് ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ഒരു രാജ്യമെന്ന നിലയ്ക്ക് അതൊരു മതത്തിൻ്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഏത് മതമായാലും അതെങ്ങനെയായിരിക്കും പൊതുജനങ്ങളെ ബാധിക്കുക എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയാണ് നമുക്കിതിലൂടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് നമ്മളൊക്കെ പറയുന്നത് നമുക്ക് വേണ്ടത് ഹിന്ദു രാഷ്ട്രമോ നമുക്ക് വേണ്ടത് ഇസ്ലാമിക രാഷ്ട്രമോ അല്ല, നമുക്ക് വേണ്ടത് മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉയർന്നു നിൽക്കുന്ന, അതിന് കൂടുതൽ പ്രാമുഖ്യം കിട്ടുന്ന തരത്തിലുള്ള ഒരു വ്യവസ്ഥിതിയാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കേണ്ടത് എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. അതിപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമ്മൾ എടുത്തു പറയുമ്പോൾ താലിബാനിസമാണ് ഇറക്കുന്നത് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ ഒരു സംഗതി ആ രീതിയിൽ കണ്ട് പറയാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് പോലും സാധിക്കാതെ വരുന്നിടത്താണ് നമ്മൾ ഇതുപോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓൾട്ടർനേറ്റീവ് മീഡിയ വഴി ഇത് കൂടുതൽ ഇതിന് പ്രചാരം കൊടുക്കുന്നതും ഇത് ശരിയല്ല, ഇത് പൊതുജനങ്ങൾ ഇതിനകത്ത് ജാഗരൂകരാകണമെന്ന് ഒരു സന്ദേശം കൂടി കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടുത്തെ പ്രതിപക്ഷം ഇതിനോട് ചർച്ച ചെയ്യാമായിരുന്നു എന്ന നിലയ്ക്ക് വരെ പറഞ്ഞു വെക്കുമ്പോൾ ഇത് തീവ്രവാദികളായിട്ടുള്ള ആളുകൾ ഉയർത്തുന്ന അതേ വാദം തന്നെയാണ് പ്രതിപക്ഷം പറയുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഒടുവിലെങ്കിലും ഇവിടുത്തെ ഭരണപക്ഷത്തോട് യോജിക്കേണ്ടതായിട്ട് വരികയാണ്, അല്ലെങ്കിൽ അവരെടുത്ത ആ നിലപാടിനോട് നമുക്ക് ഒരു അപ്രീസിയേഷൻ കൊടുക്കേണ്ടതായിട്ട് വരികയാണ്. കാരണം എന്താണ്, അവർ ഉറച്ചു നിന്നു എന്നതാണ് ഇതുവരെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഇത് സർക്കാരിൻ്റെ നിലപാടാണ്, ഇതിൽ ഉറച്ചു നിൽക്കും, അങ്ങനെ മത തീട്ടൂരങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് പിന്മാറുന്നൊരു രീതിയില്ല എന്നത് ഇപ്പോഴെങ്കിലും അവർക്ക് പറയാൻ കഴിഞ്ഞു എന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. കാരണം ഈ തരത്തിൽ നിന്നാൽ ഇവിടെ ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ വർഗീയതയെ നമുക്ക് തടുക്കാൻ കഴിഞ്ഞാൽ, വലതുപക്ഷ വർഗീയതയാണെങ്കിലും അതല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും നമുക്ക് തടുക്കാൻ കഴിയുന്നുള്ളതാണ് നമ്മളെപ്പോലുള്ള ആളുകൾ ഇതിനകത്ത് കാണുന്നത്. ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നത് ഈ ഭൂരിപക്ഷത്തിൻ്റെ റെസ്പോൺസസ് മാത്രം കൂടുതലായിട്ട് പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് അതിനെ പറഞ്ഞുകൊണ്ട് മാത്രം ഇരിക്കുക. എന്നാൽ ഇതിനെല്ലാം കാരണമാകുന്ന ന്യൂനപക്ഷ വർഗീയതയെ കാണാതിരിക്കുക, അതിനെക്കുറിച്ച് പറയാതിരിക്കുക, പറഞ്ഞാൽ പറയുന്നവരെ ന്യൂനപക്ഷ വിരുദ്ധർ എന്ന് പറഞ്ഞ് ചാപ്പ കുത്തുക, അതല്ലെങ്കിൽ മറ്റു പേരുകൾ വിളിക്കുക, എന്നിട്ട് ഇത്തരം കാര്യങ്ങളെ കണ്ണുടച്ച് ഇതിനെ ഒരു പ്രോത്സാഹനം കൊടുക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇതുവരെ കണ്ടുവന്നിരുന്നത്. അത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഇതിന് സാധിക്കുന്നത്. ഈ ഒരു വിഷയം അത്തരത്തിലുള്ളൊരു വഴി കൂടിയായിട്ടാണ് തുറന്നിട്ടിരിക്കുന്നത്. സർ, ഇവിടെ നാം ചിന്തിക്കുന്ന മറ്റൊരു കാര്യം, ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ അവിടെ എപ്പോഴും വിമർശനവുമായിട്ടുണ്ട് മുസ്ലിം നേതാക്കളും മുസ്ലിം സംഘടനകളുമാണ്. ഇതിനു മുമ്പ് ഇതുപോലെ സ്കൂൾ സമയമാറ്റ ക്രമവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ മുസ്ലിം സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. ഇവിടെ കുട്ടികൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഇതുപോലെ മതമൗലികവാദികളാണോ? ഒരു സമുദായത്തിൻ്റെ വിഷയങ്ങൾ തീരുമാനിക്കുന്നത് ആര് എന്ന ഒരു ചോദ്യം, അതാണ് ഇവിടെ പ്രസക്തമാവുന്നത്. ഈ ഒരു ഇസ്ലാമിൻ്റെ ഒരു വശത്തേക്ക് വരുമ്പോൾ ഉമ്മത്തിൻ്റെ കാര്യങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. അതായത് മുസ്ലിം മതവിശ്വാസികളെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്നതാണ് ഉമ്മത്ത് എന്നാണ് പറയുക. ഉമ്മത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഇൻഡിവിജ്വൽസ് അല്ല. നമ്മൾ ആധുനിക മൂല്യമായിക്കൊണ്ട് നമ്മൾ ഉയർത്തി വെക്കുന്ന എന്താണ്, ഇൻഡിവിജ്വൽ റൈറ്റ്സ് എന്ന് പറയുന്ന സംഗതിയാണ്. വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മളവിടെ ഉയർത്തി വെക്കുക. അത് നേരെ അതിന് വിപരീതമായിട്ടുള്ള കാര്യമാണ് ഈ ഒരു മതത്തിൻ്റെ കണ്ണിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുക. പൊതുവേ മതങ്ങളുടെ ഒരു സ്വഭാവമാണത്. പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ ആ തരത്തിലുള്ള വ്യക്തി സ്വാതന്ത്ര്യങ്ങളെ ഹനിക്കുക, അതിനനുവദിക്കാതിരിക്കുക എന്ന് പറയുന്ന സ്വഭാവം ഇന്ന് ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ഒരു മതമുണ്ടെങ്കിൽ അത് ഇസ്ലാം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു വിഷയം വരുമ്പോഴും വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെക്കാൾ ഉപരി
സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും കുഴപ്പമില്ല. അവർ ഈ പറയുന്ന സൂംബ ഫിറ്റ്നസ് പ്രോഗ്രാമിൻ്റെ ഭാഗമാകുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ പോലും, അവരുടെ മാതാപിതാക്കൾക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ പോലും, PTA-ലോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു മേഖലയിലും ഇത് ഒരു തലത്തിൽ പോലും ഇത് ഒരു വിമർശന വിധേയമാകാതെ പോയൊരു സംഗതിയെ ഇന്ന് അത് പുറത്തറിയുമ്പോൾ അവിടെയുള്ള മതത്തിൻ്റെ ആളുകൾക്ക് ഇതുപോലെ വലിയ വിഷയമാകുന്നുണ്ടെങ്കിൽ, വിഷമം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്കൊരു വലിയ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? അതിനെ നമ്മൾ വ്രണം പൊട്ടുക എന്നാണ് നമ്മൾ പറയുക. അതിൻ്റെ കാരണം ഈ മതത്തിൻ്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് തന്നെയാണ്. ഈ മതമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഈ മതത്തിൽ ചില നിയമങ്ങൾ അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പറയാറുള്ള ഈ ഹിജാബിൻ്റെ നിയമം, ഹയാ എന്ന് പറയുന്ന ഒരു വിഷയം, മോഡസ്റ്റി എന്നാണ് പറയുക. അതായത് സ്ത്രീകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള ചില നിയമങ്ങളുണ്ട്. ഈ പ്യൂരിറ്റാനിസം കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ വെക്കുന്ന ഒരു സംഗതിയാണ്. ശുദ്ധിവാദമാണ് അതിലൂടെ പുറത്തേക്ക് വരുന്നത്. അതൊക്കെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ വേണ്ടി, വേർതിരിവുകൾ ഉണ്ടാക്കാൻ വേണ്ടി, അത് വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് അവരുടെ സ്വാതന്ത്ര്യത്തെ പോലും ഹനിക രീതിയിലേക്ക് അത് പോകുമ്പോഴാണ് നമ്മളതിനെ എടുത്ത് ചൂണ്ടി പറയേണ്ടി വരുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് ഈ മതത്തിൻ്റെ നിയമങ്ങൾ തന്നെ അത്തരമൊരു വഴിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും വ്യക്തി സ്വാതന്ത്ര്യത്തെക്കാൾ ഉപരി അവരുടെ കൂട്ടങ്ങളുടെ ആ ഒരു ഉമ്മത്ത് എന്നുള്ള നിലയ്ക്ക് അവരുടെ മതത്തെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയായിട്ട് ഇതിനെ കാണുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. സർ, കുട്ടികളുടെ സന്തോഷം മതപുസ്തകത്തിൽ അടിസ്ഥാനമാക്കി ആയിരിക്കണം എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? ഇപ്പോൾ അവർ അത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവരുടെ മതത്തിൽ അനുസരിച്ച് വേണം കുട്ടികൾ സന്തോഷിക്കാൻ എന്നുള്ളതാണോ? ഈ ചോദ്യം നമ്മൾ എല്ലാവരോടും ചോദിക്കേണ്ട ചോദ്യമാണ്. ഈ സ്കൂളുകളിൽ പഠിപ്പിക്കേണ്ട സംഗതികൾ അത് മതവുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവരുത്. അത് ഹിന്ദു മതമായാലും ശരി, ക്രിസ്ത്യാനിറ്റി ആയാലും ശരി, ഇസ്ലാം മതമായാലും ശരി, മതവും വിദ്യാഭ്യാസവും മാറി മാറി നിൽക്കേണ്ട കാര്യങ്ങളാണ്. അത് രണ്ട് വഴിക്ക് പോകേണ്ട സംഗതികളാണ്. ഇവിടെ നമ്മൾ കാണുന്നത് മതത്തിൻ്റെ പേരിലുള്ള സ്കൂള്, മതത്തിൻ്റെ പേരിലുള്ള സിലബസ്, അതുപോലെ മാറ്റം വരെ പഠിപ്പിക്കുന്ന പണ്ട് സ്കൂളിലൊക്കെ കണ്ടതുപോലെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞ് ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് ഇതുപോലെയുള്ള ഒരു സ്കൂളിലൊരു കാര്യം, ഇപ്പോൾ സമയമാറ്റമായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ യൂണിഫോമിൻ്റെ ഒരു വിഷയമായിക്കോട്ടെ, അതും അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ്റെ ഒരു വിഷയമായിക്കോട്ടെ, ഇതിലെല്ലാം എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ആളുകൾ ഒരു നിരയായിട്ട് വരുമ്പോൾ അതിനകത്ത് ഒന്നാമത്തെ പന്തിയിൽ തന്നെ ഉണ്ടാകുന്നത് ഈ ഇസ്ലാമിസ്റ്റുകളായിട്ട് മാറുന്നു. ഇതാണ് നമ്മുടെ പ്രശ്നം. ഇതിപ്പോൾ ഇസ്ലാമിസ്റ്റുകൾ മാത്രമല്ല, ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുന്നേ മറ്റൊരു വിഷയം വന്നപ്പോൾ അവിടെ ചില ഹിന്ദു സംഘടനകൾ പോലും അതിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ട്. ഇതിനൊക്കെ നമ്മൾ ഒരുപോലെ എതിർക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിലെല്ലാം ഒരേപോലെ വേറെ ആർക്കും ഇതിനകത്തൊരു പ്രശ്നം ഇല്ലെങ്കിൽ പോലും അതിനകത്തൊരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നൊരു കൂട്ടമായിട്ട് ഈ ഇസ്ലാമിസ്റ്റുകൾ മാറുമ്പോൾ അതിൻ്റെ ചുവട് പിടിച്ച് ഇത്തരം ബാക്കിയുള്ള ഈ മറ്റുള്ള എലമെൻറ്റ്സ്, മത എലമെൻസിനും കൂടി അതിനൊരു പ്രചോദനം കൂടി കൊടുക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ ഈ സമൂഹത്തെ മതപരമായിട്ട് ചാർജ് ചെയ്യുന്നൊരു പരിപാടിയാണ് സത്യത്തിൽ ഈ ഇസ്ലാമിസ്റ്റുകൾ ഉണ്ടാക്കി വെക്കുന്നത്. അത് മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതൊരു കുഴപ്പം ഉണ്ടാക്കുന്ന കാര്യമാണ്. സർ, സത്യത്തിൽ ഈ വിമർശിക്കുന്നവർക്ക് ഈ സൂംബയുടെ ഗുണങ്ങളെ പറ്റി വ്യക്തമായി അറിയാത്തത് കൂടി കൊണ്ടല്ലേ? വിമർശിക്കുന്നവരുടെ കാരണം സൂംബയെ കുറിച്ച് അറിയാത്തതുകൊണ്ടല്ല. അതിപ്പോൾ ഒപ്പന അവർക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണ്. ഒപ്പന പോലും കളിക്കാൻ പറ്റില്ല. കാരണം ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ മ്യൂസിക് എന്ന് പറയുന്നത് തന്നെ ഹറാമാണ്. ഡാൻസ് എന്ന് പറയുന്നത് പിന്നെ പറയേ വേണ്ട. സിനിമയായിക്കോട്ടെ എല്ലാം അങ്ങനെയാണ്. പിന്നെ ഈ പറയുന്ന സ്ത്രീ പുരുഷ ഒരു മിക്സിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി, അതിനേക്കാൾ വലിയ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മൾ പണ്ടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് കല്യാണങ്ങൾക്ക് പോലും മലബാർ റീജിയനിലൊക്കെ ഈ സ്ത്രീ പുരുഷ വേർതിരിവ് സൃഷ്ടിക്കുന്നതിനെ കുറിച്ചിട്ട് സെഗ്രിഗേഷൻ എന്നാണ് പറയുക. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെ നമ്മുടെ നാട്ടിൽ തന്നെ ചില മുസ്ലിം സംഘടനകൾ, ഈ വിസ്ഡം എന്ന് പറയുന്ന സത്യത്തിലൊരു തീവ്രവാദ ഗ്രൂപ്പാണ്. MM അക്ബറെ പോലുള്ള ആളുകൾ പിന്തുണ കൊടുക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഈ വിസ്ഡം ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ വിസ്ഡം ഗ്രൂപ്പിൽ നിന്ന് തന്നെയാണ്, അവരിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഈ ISISിലേക്കൊക്കെ പോകുന്നതിനൊക്കെ വഴി മരുന്നിട്ടിട്ടുള്ള കൂട്ടം എന്ന് പറയുന്നത്. കാരണം തീവ്രമായ ഇസ്ലാമിക നിലപാടുകൾ പല ലെവലുകളിലായിട്ട് ചെറിയ തോതിൽ തുടങ്ങി വലിയ ലെവലിൽ വരെ കൊണ്ടെത്തിക്കുന്ന രീതിയിലുള്ള ആളുകൾ അതിനകത്തുണ്ട്. അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളാകുമ്പോൾ അവർ പറഞ്ഞു വെക്കുന്നത് ഈ ഇസ്ലാമിലെ നിയമങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇസ്ലാമിൻ്റെ നിയമമാണ് അവരുടെ പ്രശ്നം. അത് ഒരു തരത്തിലും ഒരു രൂപത്തിലുള്ള സാധനവും അനുവദിക്കുന്നില്ല എന്ന് വരുന്നിടത്താണ് നമ്മൾ പിന്നെ അത് സൂംബ എന്തുകൊണ്ടാണ്, അത് അറിയാഞ്ഞിട്ടാണോ എന്നൊക്കെ ചോദിച്ചു പോകുന്നത്. അതുകൊണ്ടാണ്. അതല്ല വിഷയം. ഇവർ തന്നെ പറയുന്നത് കൾച്ചറൽ ആയിട്ടുള്ളൊരു ഇൻവേഷനാണെന്നാണ് പറയുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ എന്ന് പറയുന്നത് കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ്. പല കാര്യങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്, പല കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ യോഗ എന്ന് പറയുന്ന ഒരു സാധനം ശാസ്ത്രീയമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ യോഗയേക്കാൾ കൂടുതൽ ശാസ്ത്രീയമാണ് ഈ പറയുന്ന സൂംബ ഫിറ്റ്നസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ കുറേയും കൂടിയും എവിഡൻസ്
എവിഡൻസ് ബേസ്ഡ് ആണത്. യോഗ എന്ന് പറയുന്നത് നമ്മൾ ആ പേരിൽ ആ രീതിയിൽ നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ യഥാർത്ഥ സയൻറ്റിഫിക് വശം എന്നൊക്കെ പറയുമ്പോൾ വളരെ ലിമിറ്റഡ് ആണ്. കാരണം അതിനകത്തൊരു ആക്റ്റീവായിട്ടുള്ള എക്സസൈസ് ഫോം അല്ല അത് വരുന്നത്, സ്ട്രെച്ചിങ് ബെനിഫിറ്റ്സ് മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. പക്ഷേ സൂംബയിലേക്ക് വരുമ്പോൾ അത് കുറേയും കൂടിയും എയറോബിക് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് അതിനകത്ത് ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവുണ്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് അത് കുറേയും കൂടിയും ബെറ്റർ ആയിട്ടുള്ള. എന്നിട്ട് പോലും നമ്മളത് ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ യോഗയെ എങ്ങനെയാണോ ഏറ്റെടുക്കുന്നത്, അവരാരും തന്നെ ഇത് അവരുടെ ഒരു യോഗ കൊണ്ടൊരു കൾച്ചറൽ ഇൻവേഷൻ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ എതിർക്കുകയല്ല ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സൂംബ ഇങ്ങോട്ട് വന്നാലും അത് നമ്മളുടെ കൾച്ചറലായിട്ടുള്ളൊരു വാങ്ങലാണത്. അങ്ങനെ കൊടുക്കൽ വാങ്ങലുകൾ ഇവിടെ ഉണ്ടാകും. അതിലൂടെ മ്യൂസിക് ഉണ്ടാകാം, മറ്റു പല കാര്യങ്ങളും ഉണ്ടാകാം. അപ്പോൾ എന്ത് തന്നെയായാലും ആ സാധനം ഇവരിന്ന് എതിർക്കുന്നത് പാശ്ചാത്യവൽക്കരണം എന്ന് പറഞ്ഞിട്ടാണ്. ഈ പാശ്ചാത്യവൽക്കരണത്തെ എതിർക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ ഒരു സ്വഭാവമാണ്. അതാണ് ബോക്കോ ഹറാമൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ പേര് തന്നെ സൂചിപ്പിക്കുന്നത് അതാണ്, വെസ്റ്റേൺ എഡ്യൂക്കേഷനെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവരവിടെ നിൽക്കുന്നത്. വെസ്റ്റേണൈസേഷൻ തന്നെയാണ് അവരുടെ പ്രശ്നം. അപ്പോൾ ഈ തരത്തിലുള്ള തീവ്രവാദ ആശയങ്ങളാണ് ഈ പറയുന്ന വിഷയങ്ങളിലൂടെ പുറത്ത് ചാടുന്നത്. അവരറിയാതെയാണെങ്കിലും ചാടുന്നത് അതാണ്. പക്ഷേ നമ്മളത് ചർച്ചയാക്കുന്നുണ്ടോ എന്നുള്ളിടത്താണ് അതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. അപ്പോൾ സൂംബ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് അല്ല ഇത് പ്രശ്നമാവുന്നത്. മ്യൂസിക്കും അതുപോലെ തന്നെ മിക്സിങ്ങും ഇതുപോലെ ഈ മോഡസ്റ്റി എന്ന് പറയുന്ന വിഷയവും അതൊക്കെ ഹിജാബ് നിയമങ്ങളും ഇതെല്ലാം തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. നിങ്ങൾ ഒപ്പന കളിച്ചാൽ പോലും അത് സമ്മതിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. പിന്നെ വേറൊരു കാര്യം, എനിക്ക് തോന്നുന്നു ഇത് അല്പവസ്ത്രം എന്നൊക്കെ പറയുമ്പോൾ ഈ സൂംബയിൽ അങ്ങനെ അല്പവസ്ത്രത്തിൻ്റെ വിഷയമൊന്നുമില്ല. പക്ഷേ ഈ ഉസ്താദുമാരാരെങ്കിലും സാമ്പ നൃത്തം ചിലപ്പോൾ അവർ തപ്പി നോക്കിയിട്ടുണ്ടാവും. അത് മറ്റൊരു രൂപമാണ്, അതൊരു കലാരൂപമായിട്ട് അവിടെ കാണുന്നതാണ്. ആ ചിത്രം കണ്ടിട്ടാണ് അവർ സൂംബയായിട്ട് തെറ്റിദ്ധരിച്ചിട്ടാകണം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക എന്നും കൂടിയാണ് എനിക്ക് തോന്നുന്നത്. സാർ, ഇവിടെ മറ്റൊരു കാര്യം എന്തെന്നാൽ ഇത്തരത്തിൽ വിമർശനങ്ങൾ വരുമ്പോൾ സർക്കാർ അതിന് വഴങ്ങിക്കൊടുക്കാറില്ല. ഇപ്പോൾ ഇടത് സർക്കാർ ഉറച്ച നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്, പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇതിനു മുമ്പും വിമർശനങ്ങൾ വരുമ്പോൾ സർക്കാർ അതിന് വഴങ്ങിക്കൊടുക്കുന്ന അവസ്ഥ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണല്ലോ ഇവർ വീണ്ടും വീണ്ടും ഇത്തരത്തിൽ ആവശ്യങ്ങളുമായി രംഗത്തെത്തുന്നത്. ഇപ്പോൾ ഇടത് പ്രതിപക്ഷമാണെങ്കിൽ കൂടി പറഞ്ഞിരിക്കുന്നത് പുനഃപരിശോധിക്കണമെന്നാണ്. ഇത് ആരെയും അടിച്ചേൽപ്പിക്കരുതെന്നാണ് വി.ഡി. സതീശൻ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു വർഗീയത അല്ലെങ്കിൽ ഒരു മതത്തിന് മാത്രം ഒരു സ്പെഷ്യാലിറ്റി കൊടുക്കുന്നു. ഇപ്പം സ്കൂളുകളുടെ സമയക്രമം ഉൾപ്പെടെ ഒരു മതത്തിന് മാത്രം ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പോലെ മാറുന്നില്ലേ? സർക്കാർ അങ്ങനെ ഒരു അഴവ് വരുത്തുന്നില്ലേ? ആ ഒരു കാര്യമാണ് സത്യത്തിൽ നമ്മുടെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നതെന്നാണ് നമ്മളെപ്പോഴും പറയുന്നത്. ഇരട്ടത്താപ്പ് വരുന്നത് അവിടെയാണ്. അതായത് ഓക്കെ, ഇപ്പോൾ അങ്ങനെ മതങ്ങളോട് കൂടി ആലോചിച്ചിട്ടാണ് ഒരു കാര്യം തീരുമാനിക്കണമെന്ന് വരുമ്പോൾ അടുത്ത തവണ നിങ്ങൾ ഇനി ഏതൊക്കെ മതങ്ങൾ വിളിക്കും? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാ മതങ്ങളെയും വിളിക്കേണ്ടി വരും. അതിൽ ജൂതന്മാരെ ചിലപ്പോൾ വിളിക്കേണ്ടി വരും. ഇനി അതല്ല മതമില്ലാത്തവരെ നിങ്ങൾ വിളിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ മതമില്ലാത്ത ആളുകളില്ലേ? അപ്പോൾ ഈ ഒരു ഇത് മതത്തിന് എന്ത് പറയാനുണ്ടെന്ന് നോക്കിയിട്ടല്ല ഒരു കാര്യം ചെയ്യേണ്ടത്. അതാണ് ഈ മതേതര ഇടങ്ങളെ മതേതര ഇടമായിട്ട് നിലനിർത്തുന്നതിലുള്ള ഒരു ബാധ്യതയുണ്ട്. അത് വോളണ്ടറിലി നമ്മൾ എന്താ പറയുക, ഇൻറ്റൻഷനലി ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എന്നാൽ മാത്രം അത് നിലനിൽക്കുള്ളൂ. അത് അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് തകരും. ആ തകർച്ചയാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതിപക്ഷം ഇത് പറഞ്ഞു വെക്കുമ്പോൾ സത്യത്തിൽ ഈ മതേതരത്വ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പറയുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നത് സത്യത്തിൽ ഈ മതേതരത്തെ തകർക്കാനുള്ള ഒരു ഓട്ടയിട്ട് കൊടുക്കുകയാണ് ഈ കപ്പലിന് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ രീതിയിലാണ് അവരത് ചെയ്തു വെക്കുന്നത്. അതിനോടൊന്നും നമുക്ക് യോജിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എന്തായാലും ഈ വിഷയത്തിൽ സർക്കാർ ഉചിതമായ ഒരു നടപടി എടുക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇത്രയും സമയം നമ്മളോടൊപ്പം ചിലവഴിച്ചതിന് നന്ദി സർ. താങ്ക് യു.